ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ ഓൾഡ് മോഡൽ ആക്റ്റീവയാണ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു തന്നത്. വണ്ടി സെൽഫിലും സ്റ്റാർട്ടാവില്ല, കിക്കർ അടിച്ചാലും സ്റ്റാർട്ടാവില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് വണ്ടി എടുത്തുകൊണ്ടത്. നമ്മളതിൻ്റെ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് ആദ്യം നോക്കി. നിലവിൽ ബാറ്ററി ചാർജ് വളരെ കുറവായിരുന്നു. ഇതും ഇരിക്കുന്ന ബാറ്ററി 2024 ബാറ്ററിയാണ്, വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്. ചാർജ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ചാർജ് ചെയ്തിട്ട് വണ്ടിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ മോട്ടറിൻ്റെയാണ്. മോട്ടറിൻ്റെ ഫസ്റ്റ് ഞാൻ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നോക്കി. നിലവിൽ അതിൻ്റെ ഈ ടോപ്പ് സെറ്റ്, മോട്ടറിൻ്റെ ഈ ടോപ്പ് സെറ്റ് ബ്രഷ് അടക്കം വരുന്ന യൂണിറ്റ് നമ്മൾ മാറ്റി ചെക്ക് ചെയ്തതാണ്. അത് ഞാനിപ്പോൾ ഒരെണ്ണം മേടിച്ചിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് മേടിച്ച് നോക്കിയതാണ്. അതാകുമ്പോൾ 373 രൂപ നമുക്ക് ഐറ്റത്തിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ ബാറ്ററി ചാർജ് ചെയ്ത് വെച്ചിട്ടും കറക്റ്റ് ലോഡ് എടുക്കുന്നുണ്ടായില്ല. അതിനുശേഷം മോട്ടോർ അസംബ്ലി മാറ്റി പുതിയത് വെച്ചതിന് ശേഷമാണ് സെൽഫിൽ വണ്ടി സ്റ്റാർട്ടായി കിട്ടിയത്. മോട്ടോർ അസംബ്ലിക്ക് വരുമ്പോൾ 1884 നമുക്ക് റേറ്റ് വരാം. മോട്ടോർ അസംബ്ലി ഇപ്പോൾ നമ്മൾ പുതിയത് വെച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെയാണ്, സ്റ്റാർട്ടിങ്ങിൻ്റെ ദിവസം ഓക്കെയാണ്. പിന്നെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടി മിസ്സിങ്, നല്ല രീതിയിൽ മിസ്സിങ് കാണിക്കുന്നുണ്ടായിരുന്നു. അത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ്. കാർബറേറ്റർ ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന പെട്രോൾ ടാപ്പ് കംപ്ലൈൻ്റ് ആയിരുന്നു. പെട്രോൾ ടാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്യൂം ടൈപ്പാണ്. നമുക്ക് അതിനകത്ത് എയർ വലിക്കുമ്പോൾ പെട്രോൾ മുകളിലത്തെ പൈപ്പ് വഴി പെട്രോൾ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഈ അടിയിലത്തെ പൈപ്പ്, എയർ വലിക്കുന്ന പൈപ്പ് വഴിയും പെട്രോൾ കൂടുതലായിട്ട് ഇറങ്ങാമായിരുന്നു. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. കിക്കർ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടിക്ക് എഞ്ചിൻ സൗണ്ടിൽ വ്യത്യാസമുണ്ട്. അത് ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രാങ്ക് അലൈൻമെൻറ്റ് പോകാൻ ബെൻഡാവുക, ഔട്ടാവുക എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ സെൽഫ് അടിക്കുന്ന സമയത്ത് സൗണ്ട് വ്യത്യാസം കാണിക്കും. അത് നമ്മൾ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എഞ്ചിൻ അഴിച്ച് ചെയ്യേണ്ട കേസാണ്. നമ്മൾ അലൈൻമെൻറ്റ് ചെയ്താലും 100% ക്ലിയർ ആവാറില്ല. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ചെയ്തിട്ട് നോക്കി, പക്ഷേ കാര്യമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. പിന്നെ കിക്കറിൻ്റെ കംപ്ലയിൻറ്റ്, കിക്കർ അടിച്ചാൽ ഫുള്ളായിട്ട് സ്റ്റക്കായി നിൽക്കുന്ന കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ കിക്കർ വീൽ അഴിച്ച് നോക്കുമ്പോൾ, അത് ഫസ്റ്റത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ വീലാണ് അതിൻ്റെ ഡാമേജ് ആയിരുന്നത്. വീല് മാറ്റിയിട്ടതിന് ശേഷം കിക്കർ അടിക്കുമ്പോൾ ചെറുതായി സ്ലിപ്പിങ് കാണിക്കുന്നുണ്ടായിരുന്നു. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ കിക്കർ അസംബ്ലിയുടെ മില്ലിങ് കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ആ ഷാഫ്റ്റിന് അത്രയും പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് തന്നെ മില്ലിങ് ഉള്ള ഈ കിക്കർ ആം നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അറിയാം, അതിൻ്റെ കിക്കറിൻ്റെ ഉള്ളിൽ തന്നെ മില്ലിങ്ങൊക്കെ പോയേക്കുന്നത് കേട്ടോ. അപ്പോൾ കിക്കർ അസംബ്ലി മാറ്റി നമ്മൾ റെസെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ ക്ലച്ച് കവറും തന്നെ ബുഷുകളൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ്. അത് എത്രയും ഫ്രീ പ്ലേയിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 100% ലൈഫ് ലോങ് നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്ലേ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴേലും കംപ്ലയിൻറ്റ് വന്നേക്കാം. പിന്നെ ഈ സെൽഫിൻ്റെ കംപ്ലയിൻ്റൊക്കെ സെയിം ഇതേപോലെ തന്നെ റിപ്പീറ്റ് വരാൻ സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം ക്രാങ്ക് ഔട്ടാണ്. ക്രാങ്ക് ഔട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ കംപ്ലയിൻറ്റുകളൊക്കെ റിപ്പീറ്റ് അതേപോലെ തന്നെ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് അഴിച്ച് എഞ്ചിൻ്റെ ഭാഗം നോക്കി ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്താൽ തന്നെയാണ് അത് റെഡി ആവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ കാണിച്ച കംപ്ലയിൻറ്റ്സ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അതിന് തന്നെ എസ്റ്റിമേറ്റ് എമൗണ്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് വർക്ക് ക്ലോസ് ചെയ്യാനായിട്ട്.